ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ദൈവദൂതൻ ദാനിയേലിന്റെ അടുത്ത് വന്ന് ദാനിയേലിനോട് സംസാരിക്കുകയാണ്. ദാനിയേലിനോട് ദൈവദൂതൻ പറയുന്നു, നീ നിന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ്, നിന്റെ പ്രാർത്ഥന കേട്ടതിൻ്റെ ഫലത്തിലാണ് ഞാൻ നിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുക. പ്രിയമുള്ളവരെ, ദാനിയേല് ഒരു പ്രാർത്ഥന നടത്തുവാനായിട്ട് തീരുമാനിക്കുകയാണ്. 21 ദിവസമാണ് ദാനിയേൽ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ദാനിയേല് തിരഞ്ഞെടുത്ത 21 ദിവസം ദാനിയേല് ഒരു ഉപവാസം പ്രഖ്യാപിച്ച് ഒരു ഉപവാസത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. തനിക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വേണ്ടത് വെച്ച് ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തി ദാനിയേല് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ദാനിയേലിന്റെ അടുത്തേക്ക് ദൂതൻ കടന്നു വന്ന് പറയുക, നീ പ്രാർത്ഥന തുടങ്ങിയ ആ നിമിഷം തന്നെ, കാരണം നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയാ, നീ നിന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് നിന്റെ പ്രാർത്ഥന നീ ആരംഭിച്ച ആ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുന്നതിനേക്കാളും അപ്പുറത്ത് സ്വയം എളിമയുടെ തലത്തിലേക്ക് ഒരു വ്യക്തി മാറുന്ന അവസ്ഥ. ദാനിയേല് പ്രാർത്ഥിച്ചു, തന്നെ എളിമപ്പെടുത്തി 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്ന ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ആ നിമിഷം തന്നെ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഒരിക്കല് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ വെച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുന്ന ഒരു ശുശ്രൂഷകനായ ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് ഉപവസിക്കുന്ന ഒരു വൈദികനെ പരിചയപ്പെടുത്തി തരാമോ? പ്രിയമുള്ളവരെ, ആ സഹോദരൻ ചോദിച്ചു, ഉപവസിക്കുന്ന ഒരു വൈദികരെല്ലാവരും തന്നെ ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ. അപ്പൊ ഈ സഹോദരൻ പറയുകയാണ്, അങ്ങനെ എല്ലാ വൈദികരും ഉപവസിച്ചൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അത് തീക്ഷ്ണതയോടെ ബോധ്യത്തോടെ ഉപവസിക്കുന്ന വൈദികരുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വൈദികനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? അപ്പൊ ഈ സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉപവസിക്കുന്ന വൈദികനെ തേടുന്നത്? അപ്പോഴാണ് ഈ സഹോദരൻ പറയുക, ഞാൻ പല പ്രാർത്ഥന നടത്തുന്ന സ്ഥലങ്ങളിലും പല കൗൺസിലേഴ്സിനെയും പല വൈദികരെയും എല്ലാം കണ്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മാതാവ് ഒത്തിരിയേറെ പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുകയാണ്, ഒത്തിരി വേദനിക്കുന്നുണ്ട്, മരണത്തോട് മല്ലടിച്ചു കഴിയുക, വേദന തിന്ന് കഴിയുക. ഒത്തിരി ആ സഹനം ആ മാതാവ് സഹിക്കുന്ന ആ വേദന കണ്ട് ഈ മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു, വൈദികരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു, ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ ധ്യാനഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നന്നായി ഉപവസിക്കുന്ന ഒരു വൈദികനെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഉപദേശം കേട്ടിട്ടാണ് ഇദ്ദേഹം ഒരു ഉപവസിക്കുന്ന വൈദികനെ തേടി നടന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരനോട് ചോദിച്ചപ്പോൾ ആ സഹോദരൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല.
പെട്ടെന്ന് തന്നെ ഒരു വൈദികന്റെ പേര്, നന്നായി ശക്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികന്റെ പേര് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഈ വൈദികന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ, ഇതുപോലെ എൻ്റെ കുടുംബത്തിലൊന്ന് വന്ന് പ്രാർത്ഥിക്കാവോ? അച്ഛൻ ഒട്ടും വൈമനസ്യം കാണിച്ചില്ല. അച്ഛൻ ആ സഹോദരന്റെ കൂട്ടത്തില് ചെന്നു, ആ വീട്ടിൽ ചെന്നു. ആ വൈദികൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നാളുകളായി വേദനിച്ച് മരണത്തോട് അടുത്ത്, എന്നാൽ മരണം എത്താതെ വലിയ വേദനയിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന ഈ അമ്മച്ചിക്ക് ഈ വൈദികന്റെ പ്രാർത്ഥന മൂലം നിദ്രയിലേക്ക്, മരണത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വൈദികന്റെ പ്രാർത്ഥനയിലൂടെ ആ അമ്മച്ചിയുടെ ആത്മാവ് ആ ദേഹം വിട്ടുപോകുവാനായിട്ട് ഇടവന്നു. സത്യത്തില് ഒത്തിരിയേറെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണത്. എന്തുകൊണ്ടാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെ തന്നെ തേടിയത്? പ്രിയമുള്ളവരെ, ഉപവാസത്തിന്റെ ശക്തി, ഇവിടെ ദാനിയേല് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ അവിടെ പിന്നെ താമസം ഒന്നും വന്നില്ല. ദൂതൻ പറയുകയാണ്, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിന്നെ തന്നെ എളിമപ്പെടുത്തി നീ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ഒരു സെക്കൻഡ് പോലും മാറ്റം വന്നില്ല. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുവാൻ അല്പം പോലും താമസം നേരിടുകയില്ല. എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അതിലൂടെ മനസ്സിലായി, ഉപവാസത്തിന്റെ ശക്തി എന്താണെന്ന്. ആ വൈദികന്റെ ശക്തമായ ഉപവാസത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ശക്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആ വൈദികനിലൂടെ ദൈവം ആ പ്രാർത്ഥന ആ നിമിഷം തന്നെ കേട്ടു. ആ കുടുംബത്തിലെ പലതരത്തിലുള്ള ബന്ധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ വൈദികൻ ചെന്ന് മറ്റുള്ളവർ പറഞ്ഞു പോലെയുള്ള യാതൊരുവിധ കാര്യങ്ങളും അവിടെ ചെയ്തില്ല. ആ വൈദികൻ ആ കുടുംബത്തിൽ ചെന്ന് ആ അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ ഉള്ളൂ. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി ആ നിമിഷം അനുഭവിച്ചറിയുവാനായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തമായ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നു പോകേണ്ട നാളുകളാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുവാൻ അല്പം പോലും വൈകില്ല എന്നുള്ളത് കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്നും വ്യക്തമാണ്. നമുക്കും ഉപവസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.